വൃത്തി പ്രധാനമാണ്. നമ്മൾ ഇന്നലെ കഴുകി വെച്ച പാത്രമാണ് ഇന്ന് കഴുകണ്ടാന്ന് പറഞ്ഞെടുക്കുന്നത്. ഇന്നലെ കഴുകി വെച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് ഉപയോഗിക്കരുത്. ഇന്നലെ കഴുകി വെച്ചതല്ലേ ആയിക്കോട്ടെ, എന്നാലും പിന്നെ എടുക്കാൻ നേരത്ത് ഒന്നുള്ള വൃത്തിയെ കഴുകി എടുക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. എല്ലാം കൂടെ ഇതിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതായി പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുക. മേസ്വം നമുക്ക് രോഗമില്ലാതെ ജീവിക്കാൻ കഴിയും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം, അതാണ് പ്രധാനം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, സോറിയാസസ് ആണോ നമ്മൾ പറഞ്ഞത്? അല്ല, മലബന്ധത്തിൽ. സോറിയാസിൻ്റെ വേറെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ മലബന്ധത്തിനാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അത് വയസ്സായവർക്ക് മിക്കവാറും ഉള്ളവർക്കുണ്ട്. വയസ്സായവർക്കുള്ളത് വളരെ കുറച്ച് കാണുന്നതാണ്. പക്ഷേ ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മൾ ഒത്തിരി പാടുള്ള ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ മരുന്ന്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഗുണമുണ്ടാകും. പിന്നെ ഒരു കാര്യമുണ്ട്, വളരെ ഈ മലബന്ധം വരണത് ഈ തീരെ വയ്യാത്തവർക്കൊക്കെയാണ് ഇത് വരണത്. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ മറ്റുള്ളവർ ചെയ്തു കൊടുക്കണം ദയവ് ചെയ്ത്. അവർക്ക് ഇങ്ങനെയുള്ള നിങ്ങളാരെങ്കിലും പിന്നെ മക്കളായാലും മരുമക്കളായാലും മറ്റുള്ളവർ നമ്മൾ ചെയ്ത് അവർക്ക് അതിൻ്റെ ഔഷധമാക്കി കൊടുത്താൽ നിങ്ങൾക്കതിൻ്റെ പുണ്യം കിട്ടും. കാര്യം ഒരു കാലത്ത് അവർ ഉണ്ടാക്കിയതെല്ലാം നമുക്കുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ മക്കളായിരിക്കാം മരുമക്കളായിരിക്കാം ഇത് കാണുന്നത്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് പുച്ഛമായിരിക്കാം, പക്ഷേ ഈ വയസ്സായവർക്ക് അത് വലിയ കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അറിയാം, അവർക്കത് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ട് അവരതിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പക്ഷേ നിങ്ങൾക്കത് സിമ്പിളായിട്ട് കാണാം. പക്ഷേ നിങ്ങളത് സിമ്പിളായിട്ട് കാണരുത്. നിങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതകാലം മൊത്തം നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് മരുമക്കളായിരിക്കാം, മക്കളായിരിക്കാം, പേരക്കുട്ടിയായിരിക്കാം അത് കാണുന്നത്.